ഞാൻ ഈ പറയുന്ന സംഭവത്തോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുക. മായ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു ദിവസം മായ അങ്ങേയറ്റം വിഷമിച്ചിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. അതൊരു ആഴ്ചയുടെ തുടക്കമാണ്. അവൾക്കൊരു വലിയ തരത്തിലുള്ള മാനസികമായ സമ്മർദ്ദം അവൾ അനുഭവപ്പെടുന്നുണ്ട്. സ്കൂളിലെ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ അവൾക്ക് സാധിച്ചിട്ടില്ല. പ്രോജക്റ്റ് ചെയ്യാനുള്ള സമയപരിധിയൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അത് അവൾക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കായിക പരിശീലനത്തിൽ അവൾക്ക് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കായിക മേഖലയിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പം പ്രകടനം വേണ്ടത്ര മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല, അവരുടെ കൂട്ടുകാരികൾ അവരുടെ അകറ്റി നിർത്തുന്നു, അവരെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല എന്ന ഒരു തോന്നലും മായയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മാനസികമായ സമ്മർദ്ദത്തിലൂടെയാണ് മായ കടന്നു പോകുന്നത്. അവളുടെ മനസ്സില് എനിക്ക് ഒന്നിനും കഴിയില്ല, ഇന്നത്തെ ദിവസം ആകെ മോശമായിരിക്കുമെന്ന് അവളുടെ മനസ്സിൽ അവൾ ഉറപ്പിച്ചു. ഒന്നിനും കഴിയില്ല, ഇന്നത്തെ ദിവസം ആകെ മോശമായിരിക്കും എന്നുള്ളൊരു ഫീല് അവൾക്ക് ഇങ്ങനെ തോന്നി തുടങ്ങി. ഇത് അവരുടെ പിതാവ് ഇങ്ങനെ കാണുകയാണ്. ഇവരുടെ ആ ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ പിതാവ് ഇങ്ങനെ കാണുകയാണ്. പിതാവ് മകളുടെ ഈ മാനസികാവസ്ഥ കണ്ടിട്ട്, നമുക്കൊന്ന് ഒരു പ്രഭാത സവാരിക്ക് പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് മകളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങാണ്. അവിടെ അടുത്തുള്ള ഒരു മലനിരയിലേക്കാണ് അവർ പോകുന്നത്. ഒരു മഞ്ഞുകാലമാണ്. മഞ്ഞുകാലത്തെ തണുപ്പുള്ള ആ പ്രഭാതത്തിൽ മലനിരകൾക്കിടയിൽ വലിയ ഒരു നിശബ്ദത ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ഏകദേശം അവിടെ എത്തി. മഴ നടക്കുമ്പോഴൊക്കെയും അവൾ പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല, ആകെ ഒരു മൗനത്തിലായിരുന്നു. അവരുടെ മനസ്സിലാകെ ആ പഴയ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫീലിങ്സുകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവൾ സംസാരിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് ആ മലയിടുക്കിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ അവിടെ അച്ഛനൊന്ന് നിന്നു. എന്നിട്ട് അദ്ദേഹം മഴയോട് പറഞ്ഞു, മോളെ, നീ ആ മലയിടുക്കിലേക്ക് നോക്കിയിട്ട് ഉറക്കെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയൂ. ആ മലയിടുക്കിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ അവിടെ ആവശ്യപ്പെടുകയാണ്. മഴക്ക് ആ സമയത്ത് ഒരു വിചിത്രമായിട്ട് തോന്നി. രാവിലെ ഇങ്ങനെ പ്രഭാത സവാരിക്ക് പോകുന്നു, മലയിടുക്കിന്റെ അടുക്കൽ വരുന്നു, ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട് പറയുന്നു, എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് പറയുന്നു. അപ്പൊ അവൾക്കൊരു ഒരു വിചിത്രമായിട്ട് തോന്നി ആ സാഹചര്യത്തില്. എങ്കിലും അവളുടെ ഉള്ളിലുള്ള ദേഷ്യവും നിരാശയും പുറത്തു വിട്ടുകൊണ്ട് അങ്ങേ അറ്റം ഉറക്കെ അവള് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ ദിവസം വെറുപ്പാണ്, ആർക്കും എന്നെ ഇഷ്ടമില്ല. എനിക്ക് ഈ ദിവസം വെറുപ്പാണ്, ആർക്കും എന്നെ ഇഷ്ടമില്ല. ഉടനടി മലയിടുക്കിൽ നിന്നും തിരികെ കേട്ടു അതേ വാക്കുകൾ തന്നെ. എനിക്ക് ഈ ദിവസത്തെ വെറുപ്പാണ്, ആർക്കും എന്നെ ഇഷ്ടമല്ല, 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 ഇഷ്ടമല്ല. ആ മലയിടുക്കിൽ നിന്നും തിരികെ അതിങ്ങോട്ട് ഇങ്ങനെ എക്കോ സഹിതം അവൾ ഇങ്ങനെ കേൾക്കുകയാണ്. അത് കേട്ട സമയത്ത് അവൾ അമ്പരന്നു പോയി. അവൾക്കൊരു ഞെട്ടലുണ്ടായി. ഈ ശബ്ദം
ഒരു കാട്ടുതീ പോലെ അവളുടെ ഉള്ളിലേക്ക് തറച്ചു. ഞാൻ വിളിച്ചു പറയുന്നത് തിരികെ എനിക്ക് തന്നെ കിട്ടുകയാണ്. ആ കിട്ടിയ സമയത്ത് അവൾ റിയലൈസ് ചെയ്യാണ്, ഞാൻ പറഞ്ഞ വാക്ക് തന്നെ എനിക്ക് തിരികെ കേൾക്കാനായിട്ട് സാധിച്ച സമയം അവൾക്ക് സങ്കടം സഹിക്കാനായിട്ട് സാധിച്ചില്ല. അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോയി നിന്നിട്ട് കരഞ്ഞു. എന്നിട്ട് അവള് പറയാണ്, കണ്ടില്ലേ അച്ഛാ, ഈ ലോകം മുഴുവനും എന്നെ വെറുക്കുകയാണ്. ഞാൻ എന്തൊക്കെ മോശം കാര്യങ്ങൾ പറഞ്ഞോ അതെല്ലാം എനിക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ്. അവള് തേങ്ങിക്കൊണ്ട് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ആ സമയത്ത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാന്തമായി ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈകെട്ടിക്കൊണ്ട് പറഞ്ഞു, മോളെ, ഈ നിമിഷം നീ ഒരു നിമിഷം ഇവിടെ നിൽക്കൂ. നീ ഒന്നും കൂടെ പറഞ്ഞു നോക്കൂ. ഇത്തവണ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു വാക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ മികച്ചവളാണ്, എനിക്ക് കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും എന്ന വാക്കൊന്ന് മോള് പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവളോട് പറയുന്നു. മായക്ക് ആദ്യം വലിയ മടി തോന്നി. അങ്ങനെയൊന്ന് വിശ്വസിക്കാൻ അവളുടെ മനസ്സ് ആ സമയത്ത് തയ്യാറായിരുന്നില്ല. എങ്കിലും അച്ഛന്റെ നിർബന്ധം കൊണ്ട് അവൾ ആഴത്തിൽ ശ്വാസമെടുത്തുകൊണ്ട് കണ്ണുകൾ അടച്ച് ഉറച്ച ശബ്ദത്തിൽ ഉറക്കെ അവൾ ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ മികച്ചവളാണ്, എനിക്ക് കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയും എന്ന വാക്ക് അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ആ മലയിടുക്കിൽ നിന്നും ആ ശബ്ദം ഏറ്റുവാങ്ങി വളരെ മനോഹരമായി തിരികെ മുഴക്കി, ഞാൻ മികച്ചവളാണ്, കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയും, നന്നായി ചെയ്യാൻ കഴിയും 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 എന്ന രീതിയിൽ ആ മലമടക്ക് തിരികെ ആ ശബ്ദത്തെ അവളിലേക്ക് എത്തിച്ചു. ആ പ്രതിധ്വനി കേട്ടപ്പോൾ മാഴയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു. അവളുടെ മനസ്സിലെ ഭാരം പതുക്കെ ഒഴിയുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. ആ സമയത്ത് അച്ഛൻ അവളോട് പറയാണ്, മാഴെ, ശ്രദ്ധിച്ചു നോക്കൂ, മലകളോ കാറ്റിലോ കാലാവസ്ഥയിലോ ഒരു മാറ്റവും വന്നിട്ടില്ല. നീ എന്താണോ വിളിച്ചു പറഞ്ഞത് ഇത് തന്നെയാണ് നിനക്ക് തിരികെ ലഭിച്ചത്. നീ എന്താണോ വിളിച്ചു പറഞ്ഞത് അത് തന്നെയാണ് തിരികെ ലഭിച്ചത്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ എന്താണോ പറയുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു ലഭിക്കുക. ലോകം നിന്റെ ശത്രുവല്ല. നിന്റെ മനസ്സ് ഒരു കണ്ണാടിയാണ്. അത് നീ എന്താണോ വിതയ്ക്കുന്നത് അത് നിനക്ക് തിരികെ തരുന്നു. നീ പരാജയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ജീവിതം നിനക്ക് പരാജയം മാത്രമേ തിരിച്ചു നൽകുള്ളൂ. മറിച്ച് നീ സാധ്യതകളെ കുറിച്ചും വളർച്ചയെക്കുറിച്ചും വിജയത്തെക്കുറിച്ചുമാണ് നീ നൽകുന്നതെങ്കിൽ നിനക്ക് ധാരാളം അവസരങ്ങൾ നൽകും. നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് വാക്കാണ് നിന്റെ മനസ്സിനോട് പറയുന്നത് അതനുസരിച്ച് നിന്റെ ജീവിതത്തെ ആ ദിവസം ആ പറയുന്ന വാക്കുകളാണ് ആ ദിവസത്തെ മുഴുവനും പ്രതിധ്വനിക്കുന്നത് എന്ന് മാഴയോട് അച്ഛൻ സ്നേഹബുദ്ധിയാൽ അവളോട് പറയുന്നു. അന്ന് അവിടെ നിന്ന് തിരികെ നടക്കുമ്പോൾ മാഴയിൽ വലിയൊരു മാറ്റമുണ്ടായിരുന്നു. എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ശ്രമിച്ചു നോക്കാം, എനിക്ക് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് കഴിയും എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു. ചുറ്റുമുള്ള ലോകം അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആ ദിവസം മുതൽ
ഏത് സാഹചര്യത്തിലും തന്റെ ചിന്തയെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ അവൾ ശീലിച്ചു. കാരണം ഞാൻ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ കൊയ്യുന്നത് എന്ന് അവൾ മനസ്സിലാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മഴയുടെ അനുഭവം പലപ്പോഴും പല ആളുകളിലൂടെയും പല ആളുകളുടെ ജീവിതത്തിലും കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് മനസ്സിന് കൊടുക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള റിഫ്ലക്ഷൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ഈ മഴയുടെ സ്റ്റോറിയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സൊരു കണ്ണാടിയാണ്. മൈൻഡ് ഈസ് എ മിറർ. നമ്മുടെ മനസ്സ് നമ്മൾ അതിൽ എന്ത് നിക്ഷേപിക്കുന്നുവോ അത് തിരികെ തരുന്നു. നമ്മൾ പോസിറ്റീവാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നു. നെഗറ്റീവ് ആണെങ്കിലോ അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് തരിക. അപ്പൊ നമ്മുടെ ലോകത്തെ വീക്ഷിക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വെച്ച് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവനും മോശമായിട്ട് തോന്നും. പകരം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവനും അവസരങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്ന കണ്ണാടിയെ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. പോസിറ്റീവായിട്ടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ നമ്മുടെ ലോകം മുഴുവനും, നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവനും നമുക്ക് പോസിറ്റീവായിട്ടുള്ളതും നന്മ നിറഞ്ഞതുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചിന്തകളുടെ നിയന്ത്രണം നമ്മളിൽ തന്നെയാണ്. യു ആർ ഇൻ എ കൺട്രോൾ. അതായത് സാഹചര്യങ്ങൾ എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കില്ല. സാഹചര്യങ്ങൾ എപ്പോഴും നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് പറ്റിക്കൊള്ളൊന്നുമില്ല. എന്നാൽ സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായും തീരുമാനിക്കുന്ന ഒന്നാണ്. പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിയണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയുടെ നിയന്ത്രണം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ചുറ്റുപാടുകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും നമുക്ക് നമ്മുടെ ചിന്തയിലൂടെ നമ്മളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ പുറം ലോകത്ത് നിയന്ത്രിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പലപ്പോഴും നടന്നു എന്ന് വരില്ല. അപ്പൊ നമ്മൾ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെയാണ് നമ്മൾ ശരിയാക്കി എടുക്കേണ്ടത്. മാത്രവുമല്ല, വാക്കുകളുടെ ശക്തി. ആ രാവിലത്തെ ആ വാക്ക് അവൾക്ക് മലനിരകളിൽ കൊടുത്തിട്ട് ആ പോസിറ്റീവായിട്ടുള്ള വാക്ക് അവളിലേക്ക് എത്തിയപ്പോ അവളിൽ മാറ്റമുണ്ടായി. അച്ഛൻ വളരെ ബുദ്ധിപരമായി ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ മഴയെ പ്രഭാത സവാരിയിലൂടെ കൊണ്ടുപോയി അവളുടെ ചേഞ്ച് വരുത്തുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവൾ സ്വയം പറയുന്ന വാക്കുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. നമ്മൾ എന്ത് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ മനോനില അതിനനുസരിച്ച് നമുക്ക് അനുകൂലവും പ്രതികൂലവുമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സ്വയം നമ്മൾ വിമർശിക്കുകയാണ്, സ്വയം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം തകർന്നു പോകും, ആത്മവിശ്വാസം കുറഞ്ഞു പോകും. അപ്പൊ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസുകൾ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കത് കഴിയും, സാധിക്കും, നേടാൻ പറ്റും എന്നുള്ള രീതിയിൽ മനോവീര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ദിവസത്തെ അനുകൂലമാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആ വാക്കുകൾ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അനുകൂലമാകുന്ന രീതിയിൽ നമ്മുടെ സാഹചര്യത്തെ നമുക്ക് മാറ്റി തരുന്നിടത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ വാക്കുകൾക്ക് ശക്തിയുണ്ട്, വാക്കുകൾക്ക് പവറുണ്ട്. ആ ചിന്തയിലൂടെ മാറ്റം വരുത്തുകയും അത് വാക്കുകളിലൂടെ നമ്മൾ പുറത്തു പറയുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കും. മാറ്റം ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നും ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നു, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇവിടെ മായ എവിടുന്ന മാറിയത്?
അവളുടെ ഉള്ളിൽ നിന്ന് മാറിയത്. ലോകത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്നത് നമ്മളെയാണ്. എന്നുള്ള തിരിച്ചറിവ്, ആ പ്രതിധ്വനി മാറണമെങ്കിൽ നമ്മൾ പറയുന്നത് പുറത്തേക്ക് എന്ത് കൊടുക്കുന്നു, എന്ത് ചിന്തയാണ് നമ്മൾ കൊടുക്കുന്നത്, അതനുസരിച്ച് ചുറ്റുപാടുള്ള കാര്യങ്ങൾ മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പലരും പറയും എന്റെ ചുറ്റുപാടിലുള്ള ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, കുറ്റപ്പെടുത്തുന്നു, അങ്ങനെ പല രീതിയിലുള്ള ആശങ്കകൾ പറയുന്ന ആളുകളുണ്ട്. അവിടെ എന്താണ്, അവിടെ ഉള്ളിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ പുറം ലോകത്തുള്ള ആളുകൾക്കും മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊരു വ്യക്തിയായി കഴിഞ്ഞാലും ആ മാറ്റം തുടങ്ങുന്നത് ഉള്ളിൽ നിന്നാണ്. ഈ ഒരു സംഭവത്തോടുകൂടെയും നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്നുള്ളതാണ്. അപ്പം അവിടെ എന്താണ്, ആ മാറ്റം വരുത്താനുള്ള ഇച്ഛാശക്തി ഏതൊരു വ്യക്തിയിലേക്ക് വരുന്നോ അതനുസരിച്ച് ആ വ്യക്തിയിലും മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ പ്രതിധ്വനി മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ചിന്തയും ഉള്ളിൽ നിന്നുള്ള ശബ്ദവും നമ്മുടെ വാക്കുകളും ഒക്കെ അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതോടുകൂടെ നമുക്ക് പ്രതിധ്വനിയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നും ഈ സംഭവത്തിലൂടെ, ഈ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. നമ്മള് നിഷ്ക്രിയമായി ഒന്നും ചെയ്യാത്തിടത്തിൽ നിന്നും നമ്മൾ കർമ്മത്തിലേക്ക് നീങ്ങുമ്പോൾ, ആദ്യമായ അവിടെ പോകുന്ന സമയത്ത് നിരാശയായിട്ട് ഇരിക്കുകയായിരുന്നു. അവളൊന്നും സംസാരിക്കുന്നില്ല, അവളൊന്നും അനങ്ങുന്നില്ല. എന്നാൽ അച്ഛന്റെ ആ ഉപദേശം കേട്ട സമയത്ത് അവള് പ്രവർത്തനക്ഷമമായി ആക്ഷനിലേക്ക് പോയി. ആ ആക്ഷനിലേക്ക് പോയ സമയത്ത് അവളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ തളച്ചിട്ടെടുത്തുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം അവളുടെ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവൾക്ക് തന്നെ അത് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പം ആക്ഷനിലോട്ട് നമ്മൾ നീങ്ങുമ്പോൾ, പ്രവർത്തനത്തിലോട്ട് നമ്മൾ നീങ്ങുമ്പോൾ, നിഷ്ക്രിയമായി നിൽക്കുന്നതിൽ നിന്നും കർമ്മത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ വലിയ തോതിലുള്ള മാറ്റം ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള സന്ദേശവും നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇനി ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ കൂടെ ഉണ്ടാകാം, അത് നിങ്ങളുടെ ഷെയറിങ്സിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം. അപ്പൊ തീർച്ചയായിട്ടും വാഴയുടെ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടിനെ അനുകൂലമാക്കി എടുക്കാൻ നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും നമ്മൾ പുറപ്പെടുവിക്കുന്ന ചിന്തകളും നമ്മുടെ ചിന്താഗതിയും ഒക്കെ പ്രധാനമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ലോകവും അനുകൂലമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഇന്നു മുതൽ നല്ല ചിന്തകളെ വിതച്ചുകൊണ്ട് നല്ല ഫലങ്ങളെ കൊയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറാം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ കഥ നമ്മളിലോട് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ മനോഭാവത്തിന്റെ വലിയ മാറ്റത്തിലൂടെ നമുക്ക് വലിയ ഉജ്ജ്വലമായിട്ടുള്ള ജീവിതം സാധ്യമാക്കി എടുക്കാൻ കഴിയും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. എല്ലാവരുടെ ലൈഫിലും ആ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൂടെ ഈ അവസരത്തിൽ ആശംസിക്കുന്നു, പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ഷെയറിങ്സ്, നിങ്ങളുടെ തിരിച്ചറിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് പങ്കുവെക്കുക. നിങ്ങളുടെ ലെസൺ ലേൺഡ് എന്താണ് നിങ്ങൾ ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് പങ്കുവെക്കുക. മോർ പവർ ടു യു ഓൾ. താങ്ക് യു വെരി മച്ച്.